പക്ഷെ അക്ബറിൻ്റെ ജീവിതത്തിൽ ഒന്നുമല്ലാത്ത സമയത്ത് ചുമ്മ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. ഒരു ഗോളും അക്ബർ എടുക്കലേ എന്ന് പറയുന്ന സമയത്തും സ്വന്തം ഉമ്മ വിളിച്ച് ഏത് പാതിരാത്രിക്ക് എടുക്കും. ആ ഒരു സ്നേഹം കരുതൽ എന്തായിരിക്കും? ഞാനെപ്പോഴും പ്രാക്ടീസ് ചെയ്യാറുള്ള ഒരു കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഉമ്മാടെ അടുത്താണ് പറയാം. ഓക്കെ. കാരണം ഇവരുടെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര പവറാണ്. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ നേരിട്ട് പടച്ചവൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നതിന് മുന്നേ ഞാൻ ഉമ്മാടെ അടുത്ത് പറയും. കാരണം അതെ, പിന്നെ തീർച്ചയായിട്ടും കൺകണ്ട ദൈവമാണല്ലോ. അപ്പോൾ അവരുടെ പ്രാർത്ഥനയ്ക്ക്, അവർ പ്രാർത്ഥനയുടെ മുമ്പിൽ പിന്നെ ഹിജാബൊന്നുമില്ല. മക്കൾക്ക് വേണ്ടിയിട്ട് അവർ അങ്ങനെ പ്രാർത്ഥിക്കും. അപ്പോൾ അത് നമുക്ക് ഗുണമാണ്. അവരുള്ളപ്പോഴാണ് നമുക്ക് അവർ മുതലാക്കാൻ പറ്റുള്ളൂ. ഇതിപ്പം പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്നതുവേ, ശരിക്കും നമ്മൾ പല വള്ളികളിൽ നിന്നൊക്കെ നമ്മൾ പോലും അറിയാം ഊരി വരുമ്പം അമ്മയുടെ പ്രാർത്ഥന മാത്രം കേട്ടോ. പിന്നെ അതങ്ങനെ തന്നെയല്ലേ, അത് ഉറപ്പായിട്ടും. അതിൽ യാതൊരു സംശയമില്ല, അതിലൊരു സംശയമില്ല, 100%. എനിക്ക് മാത്രമല്ല, എനിക്ക് എന്തെങ്കിലും ആവശ്യം നേടാനുണ്ടെങ്കിൽ ഞാനൊരു വല്ല എന്തെങ്കിലും പ്രോഗ്രാമിന് പോവുകയാണ്, അതല്ലെങ്കിൽ എനിക്ക് വയ്യട്ട, തൊണ്ട ഒരു സുഖമില്ല, അത് ഇല്ലടാ, അത് ഈ ധൈര്യമായിട്ട് കയറാ, അങ്ങനെ അതൊരു. പിന്നെ ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മ എന്ന് പറഞ്ഞാലൊരു വികാരം എല്ലാവർക്കും. കരഞ്ഞിട്ടുണ്ടോ രണ്ടുപേരും കൂടെ ഒരു കാലത്ത്? ഓ, ഞാനും ഉമ്മയും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അങ്ങനെ കിടന്നുറങ്ങിയിട്ടുണ്ട്. ലൈഫിലെ ഓരോ അവസ്ഥകൾ ഒക്കെ ഫേസ് ചെയ്ത് പോകുന്ന സമയത്ത് അതൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. വല്ലാത്ത നമുക്കൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഞാനൊക്കെ ചെറുപ്പത്തിൽ കിടക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഇത്രയേ ഉള്ളൂ, ഞങ്ങളുടെ വീടിൻ്റെ വിശ്വസിക്കില്ല കേട്ടോ, ഹൈവേയുടെ സൈഡിൽ ഇവിടെ നിന്ന് ചിലപ്പോൾ ഇത് ഇത്ര ഉണ്ടാവും വീടിൻ്റെ ഫ്രണ്ടേജ്. അതായത് ഫ്രണ്ടിൽ നമ്മുടെ സ്പേസ് ഇങ്ങോട്ട് കടന്നാൽ നീളത്തിലാണ് വീട്. കടന്ന ഒരു ചെറിയൊരു കോലായി ഉണ്ടാവും. കറണ്ട് കട്ടുള്ള സമയമാണ്. ആ സമയത്ത് എല്ലാവരും കൂടി കോലായിൽ വന്നിരിക്കും. കോലായി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു അകത്താണ് ഒരു കട്ടലിട്ടാൽ പിന്നെ കഷ്ടിച്ചാണ് നമുക്ക് അടുക്കളയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ അടുക്കള, അത് കഴിഞ്ഞാൽ പുറത്തൊരു ഞാൻ ഒരുപാട് കൊല്ലം അതിനകത്തായിരുന്നു. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 മക്കളാണ്. അപ്പോൾ ഞങ്ങൾ ഉറങ്ങുന്നത് കട്ടിലിൻ്റെ അടിയിലാണ്. കട്ടിൻ്റെ അടിയിൽ പായിട്ടിട്ട്, കാരണം വേറെ സ്ഥലമില്ല, ഉമ്മയും കട്ടുമ്പോൾ കിടക്കും, നമ്മൾ കട്ടിൻ്റെ അടിയിൽ കിടക്കും. കാരണം ഞങ്ങൾക്ക് അപ്പുറത്ത് അടുക്കളയിൽ പോയി കിടക്കാൻ പേടിയാണ്, നമ്മൾ ചെറിയ മക്കളല്ലേ. അപ്പോൾ എനിക്കതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളെ ഇല്ലാത്ത പൈസ കൊടുത്ത് കർണാട്ടിക് മ്യൂസിക് പഠിക്കാനും വിട്ട്, അങ്ങനെ ആ സമയത്തും ബസ്സിൽ അന്നൊക്കെ ചൂണ്ടലിന് കേച്ചേരിക്ക് ആകെ 1 ഉറുപ്പിയുള്ളൂ. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ ഒരു വല്ലാത്തൊരു കാലഘട്ടമാണ്. അപ്പം അന്നൊക്കെ എനിക്ക് പാട്ടിലൊക്കെ എന്തെങ്കിലും ആവുമായിരിക്കും എന്നങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. അതൊക്കെ അൽഹംദുലില്ലാ. അപ്പോൾ ഉമ്മാടെ അവരുടെ ഒക്കെ ഒരു സ്നേഹം. അക്ബറിൻ്റെ ഒരു സമയത്ത് മടുത്തെങ്കിലും അക്ബറിൻ്റെ കൂടെയുള്ള കൂട്ടുകാർ അതിട്ടെറിഞ്ഞ് പോയപ്പോഴും ഉമ്മ തന്നൊരു പ്രചോദനം വരുന്നുണ്ടായിരുന്നു. ഭയങ്കര. എൻ്റെ ഏറ്റവും വലിയ ഫാൻ എൻ്റെ ഉമ്മയാണ്. അത് ഉമ്മയും പറയാറുണ്ട്. എൻ്റെ ഏറ്റവും ഒരു പാട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ ഷെയർ ചെയ്യേണ്ടതും ഈ നിമിഷം ഉമ്മയോട് എന്തോ പറയുള്ളൂ, ക്യാമറ നോക്കി? ഉമ്മ അത് ഭയങ്കര എൻ്റെ ചക്കരേ. എൻ്റെ ഉമ്മയോടുള്ള സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ഭയങ്കര. ഈ കടക്കാരൊക്കെ വരുന്ന സമയത്തെ, അല്ലെ നമുക്കറിയാത്ത ആൾക്കാരൊക്കെ കഥകിൽ വന്ന് മുട്ടിയിട്ട് പൈസ പല വാക്കുകൾ കൊണ്ട് നോവിക്കുമ്പോഴും ഈ സമയം കടന്നു പോകുമെന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു അക്ബറെ? നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യലാണ്. പലരും ഈ ആത്മഹത്യയിലോട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മൊമെന്റ് തരണം ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നമാണ്. ഇപ്പം ആത്മഹത്യയുടെ കേസ് പറഞ്ഞപ്പോഴേ, ഇപ്പം എത്ര വലിയ ബോൾഡായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിലും ആത്മഹത്യ ചെയ്യുന്ന അറിയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. എടാ, നീ ഇങ്ങനെ ചെയ്യേണ്ടവരല്ലല്ലോ. പക്ഷേ അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് ഇടയ്ക്ക് ചെയ്തപ്പം ഞാൻ അവനോട് സംസാരിച്ചു കേട്ടോ, രക്ഷപ്പെട്ട് വന്നു, ജീവിതത്തിൽ നന്ദി. അവനോട് സംസാരിച്ച് അവൻ പറഞ്ഞത് ആ ഒരു സമയത്ത് തോന്നുന്നൊരു കാര്യമാ. ഞാൻ ആക്ച്വലി ഇതെൻ്റെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു കാര്യമുണ്ട്, എക്സ്ക്ലൂസീവാണ്. ഞാൻ വിഷം മേടിച്ചിട്ടുണ്ട് ഒരു സമയത്ത്. കാരണം ഒരു സമയത്ത് എൻ്റെ ഉമ്മാക്ക് ഒട്ടും വയ്യ, പിന്നെ മൊത്തത്തിൽ ആകെ പ്രശ്നങ്ങൾ. അപ്പോൾ ജീവിതത്തിൽ നിന്ന് ഒളിച്ചുകൂടുക എന്നുള്ളൊരു ഉദ്ദേശം, എങ്ങനെയെങ്കിലും എനിക്ക് ആ സ്ട്രെസ്സ് വയ്യ എന്നുള്ള ലെവലിലെത്തി. ഞാൻ മേടിച്ചു വെച്ചു. ഞാൻ കുടിക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് അത് മേടിച്ചത്. അങ്ങനെ മേടിച്ചിട്ട് ഞാൻ അന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്റ്റുഡിയോയിൽ, ഞാൻ എവിടെ കൊണ്ടോട്ടിയിൽ ഫ്രണ്ടിൻ്റെ സ്റ്റുഡിയോയിൽ ഞാൻ സൗണ്ട് എഞ്ചിനീയറായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന സമയമാണ്. ഞാൻ എന്നിട്ട് ആലോചിച്ചു, ഞാൻ എന്ത് ചെയ്യുക, ഇപ്പം കുടിക്കണ്ട, നാളെ കുടിക്കാം. അങ്ങനെ ഞാനതവിടെ ഹോൾഡ് ചെയ്തിട്ട് എനിക്ക് പിറ്റേ ദിവസം ആകുമ്പോഴത്തെ എൻ്റെ മൈൻഡ് മാറി. ഇത്രയുള്ള കാര്യം. ആ ഒരു സമയം ഒന്ന് കടന്നു കെട്ടാനുള്ള. പിന്നെ ഞാൻ റിയലൈസ് ചെയ്യുമ്പോൾ, ഞാനെങ്ങാനും മരിച്ചു പോയിരുന്നെങ്കിൽ എൻ്റെ
എൻ്റെ ഫാമിലി, എൻ്റെ ഈ എൻ്റെ ഉമ്മ, ഉമ്മ ഉപ്പ, ഉപ്പ, ഇത് ഞാൻ എന്ത് വലിയ തെറ്റാണ് ചെയ്യുന്നത്. അവരെ പറയുമ്പോൾ ഞാൻ അവരെ ഒരുപാട് സ്നേഹിക്കുന്നു. അതെ. വെറും പറച്ചിലല്ലേ. ഈ ടീച്ചർമാരാണെങ്കിൽ പോലും പറയുന്നത് കേട്ടിട്ടുണ്ടോ, എടാ ഫുൾ A+ മേടിക്കുന്നതിനേക്കാൾ സ്നേഹം കഷ്ടിച്ച് ജയിക്കുന്നവരൊക്കെ, അവരെന്ത് ഓർമ്മകൾ കാണും. തീർച്ചയായിട്ടും അതുപോലൊരു ബാക്ക് ബെഞ്ചർ ആയിരുന്നു കേരളത്തെ പിടിച്ചു കുലുക്കി അക്ബർ സരിഗമപ്പയിൽ. തീർച്ചയായിട്ടും ആ ബാക്ക് ബെഞ്ചറിന് ഒരു സ്റ്റോറി ഉണ്ടോ? അത് ഈ പറയണ മാതിരി നമ്മൾ ഈ ലക്കും ലെവലില്ലാത്ത ഒരു യാത്രയാണ് അതിനകത്ത്. ഈ പറയണ മാതിരി മര്യാദക്ക് ഈ പറയണ പോലെ പാട്ട് പഠിക്കില്ല, മര്യാദക്ക് ഉറങ്ങില്ല. രാവിലെ 5 മണിക്ക് ക്യാബ് വരും. അപ്പം നമ്മൾ ഈ പറഞ്ഞ മാതിരി വയ്യാന്നുള്ള അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, ക്യാബൊക്കെ എല്ലാ കണ്ടസ്റ്റന്റ് പോയാലും ചിലപ്പോൾ ഞാൻ പോയിട്ടുണ്ടാവില്ല. അങ്ങനെ എനിക്ക് വയ്യ, കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറയും. അങ്ങനെ അപ്പത്തിന് ഇവിടെ മേക്കപ്പ് തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ആൾക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു കാര്യമായിരുന്നു. പിന്നെ നമുക്ക് ഭയങ്കര ഫ്രീഡം ആയിരുന്നു. അക്ബറിന് എന്തും സംസാരിക്കാനുള്ള ഒരു എൻ്റെ അടുത്ത് ഇപ്പോൾ അവർ ജൂറി മെമ്പേഴ്സ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്തായിരിക്കും ഒരു മൈക്ക് ഉണ്ടാവും. അതെനിക്ക് വലിയ ഒരു പ്രിവിലേജ് ആയിരുന്നു. ഈ തുറന്ന പുസ്തകം ആയതുകൊണ്ട് എപ്പോഴെങ്കിലും ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിൻ്റെ പേരിൽ. കാരണം നമ്മൾ ഈ പറയുന്നത് പോലെ പലർക്കും ഓവർ ഫ്രീഡം മറ്റൊരാൾക്ക് നമ്മുടെ ലൈഫിൽ വരാനുള്ള ഒരു റീസൺ ആയിട്ടുണ്ട്. അതെ. ഞാനിങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പോൾ ഓക്കെ അവൻ നൈസാണ്, അവൻ ബഡ്ഡിയാണ്, അപ്പോൾ അങ്ങനെ ഒരുപാട് നമ്മളെ ആ സൗഹൃദത്തിലോട്ട് അനാവശ്യമായിട്ട് കടന്നു വന്ന് ഉപയോഗിച്ച ആൾക്കാർ നമ്മൾ ഇങ്ങനെ ഈ പറയുന്നത് പോലെ. പക്ഷെ അതൊക്കെ വെറുപ്പൊന്നുമില്ല. പക്ഷെ തുറന്ന പുസ്തകം തന്നെ അക്ബറെ നല്ലത്. നമ്മളിപ്പോൾ അക്ബർ എങ്ങനെയാണോ അത് അക്ബറായിട്ട് തന്നെ നിൽക്കുന്നത് നല്ലതല്ലേ. വേറൊരു ക്യാരക്ടർ എടുത്ത് അത് അഭിനയം എന്ന് പറയും. പിന്നെ അത് നമുക്ക് അറിയില്ല. ഞാനെപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് അഭിനയിച്ച് നിൽക്കാനൊക്കെ, പക്ഷെ അതെനിക്ക് പറ്റത്തില്ല. പ്രശ്നം ഈ 4 ചുവരിന്റെ അകത്ത് കഷ്ടിച്ച് കാല് പോലും വെക്കാൻ പറ്റാത്ത വീട്ടിൽ നിന്ന് അയ്യോ ഇന്നെന്താണ് അവസ്ഥ? ഇന്ന് അൽഹംദുലില്ലാഹ് ഇന്ന് എന്താ, നമുക്ക് ഒരു പ്രശ്നമില്ല. നമുക്ക് ഞാനൊരു വലിയ റിച്ചായി എന്നല്ല പറയുന്നത്, ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല റെമ്യൂണറേഷൻ ഉണ്ട്, ഷോസ് ഉണ്ട്, ഒരു വീടുണ്ട്, നല്ല രീതിയിൽ പോകുന്നു, അത്യാവശ്യം കടകളൊക്കെ വീട്ടി ഒരു സമാധാനത്തിൽ പോകുന്നു. പിന്നെ വലിയ കാര്യം നമുക്ക് ഈ ശബ്ദം നിലനിന്നാൽ മതി. കഴിവ് എന്തായാലും നമ്മളെ വിട്ട് പോവില്ല, കഴിവുണ്ട്. ആ ശബ്ദം നിലനിൽക്കട്ടെ. ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയുണ്ട്. ഈ അക്ബറിന്റെ ഓരോ പാട്ടുകളിലെ ഏത് ടൈപ്പ് ജോണർ ആയിരിക്കും വരുന്നത്? ഒരുവിധം എല്ലാ ജോണേഴ്സും ഞാൻ കൈകാര്യം ചെയ്യും. ഓക്കെ, ഐ എം വെരി ഗുഡ് അറ്റ് അറബിക് ക്ലാസിക് മ്യൂസിക്, അതായത് അറബിക് റെട്രോ. അതുപോലെ ഞാൻ അറബി റാപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പം ഈ പറയുന്നത് മാതിരി ഞാൻ ഗോപിച്ചേട്ടൻ്റെ ഒരു സ്പാനിഷ് സോങ് ഞാൻ പാടിയിട്ടുണ്ട്. ഈ സരിഗമയിൽ ഒരു റാപ്പ് പാടിയില്ലായിരുന്നു? അതിൻ്റെ ഒരു 2 വരി നമുക്ക് വെക്കാം. ലജ്ജാവതിയുടെ ഇടയിലല്ലേ, ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കള്ളി, ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കള്ളി, കണ്ണിൽ കാണും നേരം നിന്നെ കാതലിക്കാൻ കൂടെ കൂടെ നിന്റെ കൂടെ കൂട്ടായി നിൽക്കാൻ പണ്ട് കോളിപ്പിച്ചു വെച്ച മയിൽ പിലി ഒന്നായി തല്ലിക്കുട്ടി കെട്ടിക്കിട്ട നേരം മാങ്ങള്ളമാർക്കന്റെ കണ്ണിച്ചോരയില്ലേ കുപ്പിയിലിട്ട മാങ്ങ പോലെയാക്കി എന്നെ പെണ്ണെ നിന്നെ മറക്കില്ല ഞാൻ ഏറെ കുറെ സഹിച്ചതാ ഞാൻ പാടും സംഗീതത്തിൽ എന്നെ കുറവാ കേൾക്കാതെ പോകല്ലേ നീ എന്നെ ചതിയ നാട്ടരെല്ലാരും ചൊല്ലി എന്നെ പകയ നിന്നെ കെട്ടാൻ ഉറപ്പിച്ചുള്ള പോരാട്ടം അടി വന്നാൽ മുണ്ടും മട കുത്തിയിടും കാലം കഴിഞ്ഞ് നിന്നെ ഞാൻ കണ്ടപ്പോ കല്യാണ ചെക്കൻ്റെ കൂടെ നിന്നപ്പോൾ ഓർത്തില്ല പെണ്ണെ തേപ്പിന്റെ രൂപത്തെ കണ്ണീരില്ല ഞാൻ കരയുകയില്ല പെണ്ണില്ല പിടക്കോഴിയൊട്ടുമില്ല ജീവിക്കുന്ന ഞാൻ പുറകോട്ടില്ല ജോലിയില്ല കൂലിയില്ല പൈസയില്ല ഒന്നുമില്ല വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരും നിർബന്ധിച്ച് ഇവിടെ വന്ന് നിൽക്കുന്നു ഞാൻ പാടാനായി. ദിസ് ഈസ് അക്ബർ ഖാൻ ഓൺ ദ ഫ്ലോർ. സാരിഗമ.